ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. പാകിസ്ഥാനിൽ വീണ്ടും സ്ഫോടനം. ലാഹോറിന് പിന്നാലെയാണ് പാകിസ്ഥാനിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. കറാച്ചിയിലും ഗുർജൻവാലയിലുമാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇതോടെ പാകിസ്ഥാനിൽ 5 ഇടങ്ങളിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സ്ഫോടനങ്ങൾ പാകിസ്ഥാൻ അകത്തു തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കറാച്ചിയിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിൽ വീണ്ടും സ്ഫോടനം. കറാച്ചിയിലും ഗുർജൻവാലയിലുമാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇതോടെ പാകിസ്ഥാനിൽ 5 ഇടങ്ങളിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സ്ഫോടനങ്ങൾ പാകിസ്ഥാൻ അകത്ത് തന്നെ എന്നാണ് സ്ഥിരീകരിക്കുന്നത്. കറാച്ചിയിലും ഗുർജൻവാലയിലുമാണ് ലാഹോറിന് പിന്നാലെ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, പാകിസ്ഥാനിൽ വീണ്ടും സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാനിൽ 5 ഇടങ്ങളിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര, ഇന്ന് രാവിലെ ലാഹോറിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് 3 സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന വാർത്ത പുറത്തു വന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കറാച്ചിയിൽ തന്നെ 2 സ്ഫോടനങ്ങൾ കൂടി ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കറാച്ചിയിലെ ഷറാഫി ഗോത്തിലും അതുപോലെ തന്നെ ഗുർജൻവാലയിലുമാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വാൾട്ടൺ ഏരിയയിലെ സൈനിക താവളത്തിനടുത്ത് അല്ലെങ്കിൽ സൈനിക സ്ട്രക്ചറിനടുത്ത് നടന്ന 3 സ്ഫോടനങ്ങൾക്ക് ശേഷം വലിയ ഒരു സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശം തന്നെ അവിടെ പുറപ്പെടുവിച്ചിരുന്നു. ആ സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഷറാഫി ഗോത്ത് ഏരിയയിലുള്ള 2 ഇടങ്ങളിൽ വീണ്ടും ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. കറാച്ചി സിറ്റി പോലീസ് അവിടെ നിന്ന് മെറ്റലിന്റെ കഷ്ണങ്ങൾ കണ്ടെടുത്തതായി പാകിസ്ഥാൻ മാധ്യമമായ സമ ന്യൂസ് അടക്കമുള്ള പാകിസ്ഥാൻ അതുപോലെ തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ഫോടനത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് കൃത്യമായി ഇവർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. നേരത്തെ ഉണ്ടായതുപോലെ ഒരു IED സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്ഫോടനമായിരുന്നോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് മുതലായ കാര്യങ്ങളിൽ വിശദീകരണം അല്ലെങ്കിൽ സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ അതേസമയം മെറ്റലിന്റെ അല്ലെങ്കിൽ ലോഹഭാഗങ്ങൾ പൊട്ടിത്തെറിച്ച് ഉരുകിയ നിലയിലുള്ള ലോഹഭാഗങ്ങൾ കണ്ടെടുത്തതായി കറാച്ചി സിറ്റി പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കറാച്ചിയിലെ തന്നെ ഷറാഫി ഗോത്ത് മേഖലയിലുള്ള 2 ഇടങ്ങളിൽ ഗുർജൻവാലയിലും അതുപോലെ തന്നെ ഷറാഫി ഗോത്ത് ഏരിയയിലുമാണ് ഇപ്പോൾ 2 സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടെ ഇന്ന് രാവിലെ മുതൽ പാകിസ്ഥാൻ അകത്ത് മാത്രം നടന്ന സ്ഫോടനങ്ങളുടെ എണ്ണം 5 ആയിട്ടുണ്ട്. രാവിലെ 3 ഇടങ്ങളിൽ അല്ലെങ്കിൽ 3 തവണ ലാഹോറിനടുത്ത് വാൾട്ടൺ റോഡിൽ വാൾട്ടൺ എയർഫീൽഡിനടുത്തുള്ള നസീറാബാദിലും അതുപോലെ തന്നെ ഗോപാൽപൂർ അടക്കമുള്ള 3 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി ജിയോ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുർജൻവാല അല്ലെങ്കിൽ ഷറാഫി ഗോത്ത് ഏരിയയിൽ വീണ്ടും ഈ ഒരു ആക്രമണത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഫോടനത്തിന്റെ റിപ്പോർട്ടുകൾ വരുന്നത്. നിലവിൽ പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ അടക്കം നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നത് എന്ന് സംശയിക്കുന്നുണ്ട്. പോലീസ് അവിടെ നിന്നും ഇപ്പോൾ കൂടുതൽ സാധനങ്ങൾ ശേഖരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് എല്ലാവരോടും തന്നെ അകത്ത് കഴിയാൻ, വീടിനകത്ത് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് അകത്ത് കഴിയാൻ ഒരു നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ആക്രമണം നടന്ന അല്ലെങ്കിൽ സ്ഫോടനം നടന്നതായി സംശയിക്കപ്പെടുന്ന മേഖലകളെല്ലാം തന്നെ പോലീസ് ബന്ദോബസ്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകുകയും കഴിവതും വീടുകളിൽ തന്നെ ഇരിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷയെ കരുതിയും അതുപോലെ തന്നെ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കാനും വേണ്ടിയുള്ളൊരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇപ്പോൾ ആളുകളോട് വീടിനുള്ളിൽ തന്നെ കഴിയാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഗുർജൻവാലയിലും അതുപോലെ തന്നെ ഷറാഫി ഗോത്തിലും ഇനി ഒരു സമഗ്രമായ സുരക്ഷാ പരിശോധന നടക്കും എന്ന് റെസ്ക്യൂ ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾട്ടൺ എയർപോർട്ട് ഏരിയയിലും വാൾട്ടൺ എയർഫീൽഡിലും നസീറാബാദിലും രാവിലെ മുതൽ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഇതുവരെ കണ്ടെടുക്കാനായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യം ലഭിച്ചിട്ടുണ്ടോ മുതലായ കാര്യങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ വാൾട്ടൺ ഏരിയയിൽ അല്ലെങ്കിൽ വാൾട്ടൺ എയർഫീൽഡിനടുത്തുള്ള പ്രദേശങ്ങളിലെ പരിശോധന
തുടർന്നുകൊണ്ടിരിക്കെയാണ് കറാച്ചിയിലെ മറ്റ് 2 ഇടങ്ങളിൽ നിന്നും സ്ഫോടന വാർത്ത വന്നിരിക്കുന്നത്. അവിടെ നിന്നും നിലവിൽ ലോഹഭാഗങ്ങൾ, ഉരുകിയ നിലയിലുള്ള ലോഹഭാഗങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നതായി കറാച്ചി പോലീസ് വ്യക്തമാക്കുന്നത്. അതിന് പുറമെ ഇപ്പോൾ കൂടുതൽ ദേശീയ സുരക്ഷാ സേനയും അതുപോലെ തന്നെ റെസ്ക്യൂ ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് ടീമും അവിടെ എത്തി കൂടുതൽ സമഗ്രമായ ഒരു പരിശോധന തന്നെ നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആതിര, തീർച്ചയായും അതുല്യ, ഒരു ഭാഗത്ത് സർവകക്ഷി യോഗം അവസാനിക്കുമ്പോൾ ഇനിയുള്ള തുടർ നടപടികൾ എന്തായിരിക്കും? നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയുള്ള ഒരു യോഗം നേരത്തെ ആരംഭിച്ചിരുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാനിൽ വീണ്ടും സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ലാഹോറിന് പിന്നാലെയാണ് വീണ്ടും സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതീവ ജാഗ്രതയിലാണ്, അതീവ സുരക്ഷയിലാണ്. പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ്. പാകിസ്ഥാനിൽ വീണ്ടും സ്ഫോടനം. കറാച്ചിയിലും ഗുർജൻവാലയിലുമാണ് സ്ഫോടനം ഉണ്ടായത്. ലാഹോറിന് പിന്നാലെയാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇതോടെ പാകിസ്ഥാനിൽ 5 ഇടങ്ങളിൽ സ്ഫോടനമുണ്ടായി. സ്ഫോടനങ്ങൾ പാകിസ്ഥാനകത്തു തന്നെയാണ്. കറാച്ചിയിലും ഗുർജൻവാലയിലുമാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ലാഹോറിന് പിന്നാലെയാണ് സ്ഫോടനം കറാച്ചിയിലും ഗുർജൻവാലയിലും ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിൽ വീണ്ടും സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. തന്നെ നടന്നിരിക്കുന്നത് പാകിസ്ഥാന് അകത്തു നിന്ന് തന്നെയാണ് എന്നുള്ളൊരു സംശയം കൂടി സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കം പ്രകടിപ്പിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള ആക്രമണമല്ല, മറിച്ച് പാകിസ്ഥാൻ അകത്തു നിന്ന് തന്നെയുള്ള വിഘടനവാദപരമായ ആക്രമണത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ സ്ഫോടനങ്ങൾ എന്നുള്ള ഒരു അഭ്യൂഹം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. രാവിലെ ലാഹോറിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടപ്പോൾ മുതൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഭാഗം അല്ലെങ്കിൽ 2ാം ഘട്ടമാണോ അത് എന്ന തരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിരുകയാണോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ എമ്പാടും പരന്നിരുന്നു. എന്നാൽ അത്തരത്തിൽ യാതൊരു സ്ഥിരീകരണവും ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആക്രമണങ്ങളുടെ സ്വഭാവം വെച്ചുകൊണ്ട് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് ഒരു പക്ഷേ രാജ്യത്തിനകത്തു നിന്ന് തന്നെ, പാകിസ്ഥാൻ അകത്തു നിന്ന് തന്നെ ആയിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നഗരങ്ങൾക്ക് മുകളിൽ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളൊരു സംശയം പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സാമ മീഡിയ എന്നുള്ളൊരു പ്രാദേശിക പാകിസ്ഥാൻ മാധ്യമവും അതുപോലെ തന്നെ ജിയോ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇത് നേരിട്ട് കണ്ട അല്ലെങ്കിൽ ദൃക്സാക്ഷികളായ പലരും ആകാശത്ത് ഡ്രോണുകൾ പോലുള്ള വസ്തു പറന്നു നടക്കുന്നത് കണ്ടതായി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രോൺ നിയന്ത്രിതമായ ആക്രമണം, IED പോലുള്ള സ്ഫോടക വസ്തുക്കൾ, സ്വയം നിർമ്മിത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണമാണ് ഇതാകാൻ എന്നുള്ളൊരു സാധ്യത ഇപ്പോൾ കൂടുതലായി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു മിലിറ്ററി ഗ്രേഡ് അല്ലെങ്കിൽ ഒരു സുരക്ഷാ സൈന്യത്തിന്റെ ഗ്രേഡിലുള്ള സ്ഫോടക വസ്തുക്കളോ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളോ ഒന്നും തന്നെ ഈ മേഖലകളിൽ ഒന്നും തന്നെ കണ്ടെടുക്കാൻ ആയിട്ടില്ല. സ്ഫോടനം നടന്ന ഒരു സംഭവ സ്ഥലത്ത് നിന്നും അത്തരത്തിലുള്ള ആയുധത്തിന്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളുടെ ഭാഗങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ആയുധ സംവിധാനമോ കണ്ടെടുക്കാനായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ IED പോലുള്ള സ്ഫോടക വസ്തുക്കളോ അവിടെ തന്നെ നിർമ്മിതമായിട്ടുള്ള ഡ്രോണുകൾ പോലുള്ള ചെറിയ വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇത് എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ബലപ്പെട്ടു വരികയാണ്. എന്തായാലും പാകിസ്ഥാൻ അകത്തു നിന്ന് തന്നെയാണ് ആക്രമണം ഉണ്ടായിരിക്കാനുള്ള സാധ്യതകൾ ഏറെയും ഇപ്പോൾ കാണുന്നത്. പാകിസ്ഥാനിൽ വീണ്ടും സ്ഫോടനം. കറാച്ചിയിലും ഗുർജൻവാലയിലുമാണ് സ്ഫോടനം ഉണ്ടായത്. ലാഹോറിന് പിന്നാലെയാണ് സ്ഫോടനം. ഇതോടെ പാകിസ്ഥാനിൽ 5 ഇടങ്ങളിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. സ്ഫോടനങ്ങൾ പാകിസ്ഥാനകത്തു തന്നെയാണ്.